ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇതെന്താണെന്ന് മനസ്സിലായി, തീപ്പെട്ടി ഉണ്ടാക്കുന്ന നമ്മുടെ കൊള്ളികളാണ്. അപ്പോൾ തീപ്പെട്ടി കൊള്ളിയുടെ നിർമ്മാണവും നമുക്ക് കണ്ടാലോ. ആദ്യം ഫസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഒരു ലെവലിൽ മരം ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. തീപ്പെട്ടി കൊള്ളിക്ക് നമ്മൾ പെരുമരമോ വട്ടത്താമരയോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സൈസുണ്ട് വേറൊരു മെഷീനിൽ കയറ്റാനായിട്ട്. അപ്പോൾ ആ സൈസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മരത്തിനെ ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കും. ചെറിയ ചെറിയ റോളുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്താണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ റോളായിട്ട് അങ്ങനെ ആ റോളുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പുറത്തോട്ട് വന്നിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ കത്തിക്ക് പൊട്ടിച്ച് കളയും. തൊലികൾ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി വെക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് ഓരോ സൈസിന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് തൊലികൾ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ സർക്കിൾസ് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു മെഷീനകത്തോട്ട് കയറ്റിയിട്ട് ഇതുപോലെ വരും, ഷീറ്റ് പോലെ ഇങ്ങനെ അത് കട്ടായി റോളായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഈ ഷീറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് ആദ്യം മരം പൊട്ടി വരുന്നതും പിന്നെ ഷീറ്റുകളായിട്ട് വരും ഇതുപോലെ. അപ്പോൾ അടുത്ത് നിൽക്കുന്നവർ അതിനെ അടുക്കി വെക്കും. എല്ലാത്തിനും ഈ ഷീറ്റുകളെല്ലാം അടുക്കും. നല്ല നമ്മളിങ്ങനെ കയ്യിലെടുത്താൽ ബെഡ്ഷീറ്റ് പോലെ തോന്നും. നമുക്ക് അത്രയും ഇതായിട്ടാണ് ഇത് വരുന്നത്. മെഷീൻ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഇതിലേക്ക് ഇങ്ങനെ അടുത്ത ഇട്ട് കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് എങ്ങനെയാണ് മരം കട്ട് ചെയ്ത് വരുന്നത് കാണാൻ പറ്റുമേ. അത് ഇങ്ങനെ ഇത് വെച്ച് മെഷീൻ വെച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ അടുപ്പിച്ച് കൊടുക്കും. അപ്പോൾ അത് അതിൻ്റെ ഒരു കട്ടറിൽ കൂടി ഇത്രയും നൈസായിട്ട് കട്ട് ചെയ്ത് വരും. ആദ്യം ആ മരം ഷേപ്പാവും. അതെല്ലാം എടുത്തുകൊണ്ട് പോവുക. ഇവർ എല്ലാം ഇതിലേക്ക് അടുക്കിയാണ് വെക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ വരുന്നതാണ്. അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ചിട്ട് അപ്പോൾ നമ്മളും ചെറിയൊരു തീപ്പെട്ടിക്കൊള്ളിയുടെ വരുന്നതിൻ്റെ പുറത്ത് ഇത്രയേറെ മിഷനിൽ കൂടെ കയറിയിട്ടാണ് വരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ വലിയൊരു കാര്യമല്ലേ. അങ്ങനെ ഞാനത് വീഡിയോ എല്ലാവരെയും കാണിക്കാമെന്ന് കരുതി എടുത്ത് വെച്ചതാണേ. ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് റോള് പോലൊരു സാധനം കിട്ടും കേട്ടോ. കാണാൻ നല്ല ഭംഗി ഉരുണ്ട തടിക്കഷ്ണം പോലെ. അത് അവർ വേസ്റ്റായിട്ട് കളയാണ് ചെയ്യുന്നത്. അത് പിന്നെ നമുക്ക് വിറകിനോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ഇതിനെല്ലാം കൂടി വേറൊരു മെഷീൻ്റെ അടുത്തേക്ക് ഇതുപോലെ അടുക്കി ഇങ്ങനെ കറക്റ്റാക്കി വെക്കും കേട്ടോ. എന്നിട്ട് അതിനെ ഈ വരുന്ന എല്ലാം ഒരേ ലെവലിൽ ഒരു തിക്നെസ് ഉണ്ട്. ആ തിക്നെസ്സിൽ അടുക്കി രണ്ട് സൈഡിലും വെക്കാൻ പറ്റും. ഓരോരുത്തരിങ്ങനെ മാറി മാറി വന്നിട്ട് അതിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചേച്ചിമാർ ഇതെല്ലാം ഇതുപോലെ അടുക്കുകയാണ്. ഇതിന് ഒരു തിക്നെസ്സിൽ ഒരു കനമുണ്ട്. ആ കനത്തിൽ ഇതെല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് വെച്ച് ഇങ്ങനെ അടുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ അപ്പുറത്തൊരു മെഷീനിലേക്ക് ഇങ്ങനെ ഉരുട്ടി ഇവിടെ ഇതിൻ്റെ അടിയിലൊക്കെ ഒരുമാതിരി റോളുകളാണ്, കുഞ്ഞു സിലിണ്ടർ ഷേപ്പിലുള്ള റോളുകളാണ് തള്ളി നീക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ഒരു അടുത്തത് വരുന്നത് ഈ ഒരു സെക്ഷനിലേക്കാണ്. ഇവിടെ കുറച്ച് ഇങ്ങനെ റോൾസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് മറ്റേ നമ്മുടെ അടുക്കി വെച്ചിരിക്കുന്ന ആ മരത്തിൻ്റെ പാളികളെ തള്ളി ഇതിലേക്ക് ആക്കും. എന്നിട്ട് ഈ മെഷീനിലേക്ക് അടുപ്പിച്ച് കൊടുക്കും. അത് അവരെല്ലാവരും കൂടിയാണ് എടുത്ത് വെച്ചത്. അതിൻ്റെ അടിക്കൊരു പലക വെച്ചിട്ട് ഉരുട്ടി എടുത്തിട്ട് പലക ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു മെഷീനിലേക്ക് വരും. എന്നിട്ട് ഇതിനകത്താണ് അവർ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇതിനകത്താണ് മെയിൻ കട്ടിങ് വരുന്നത് നമ്മുടെ തീപ്പെട്ടി കൊള്ളിയുടെ. അപ്പോൾ ഇത് എല്ലാവരും കൂടെ എടുത്ത് വെച്ചു. ഇനി ഇതിനകത്ത് വെയിറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഈ ഒരു സാധനം ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതിനകത്തുനിന്ന് ഇനി അപ്പുറത്തൊരു അരിപ്പയുണ്ട്, അതിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതുപോലെ തന്നെ വെച്ചേക്കും കേട്ടോ. ഈ മെഷീനിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുവേ. അത് ഇതിനകത്ത് വെയിറ്റ് ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നീങ്ങി ഇപ്പുറത്തേക്ക് വരണം. ഇങ്ങനെയാണ് കട്ടിങ് പ്രോസസ്സ്. ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇതിലേക്ക് വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നേരെ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഈ കട്ട് ചെയ്ത് വരുന്ന കൊള്ളികളെ ഇതിപ്പോൾ കറക്റ്റ് തീപ്പെട്ടി കൊള്ളിയുടെ ഷേപ്പിനായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഷേപ്പ്ലെസ് പീസുകളും പൊടിയും എല്ലാം ഉണ്ടാവും ഈ വീഴുന്ന സാധനത്തിൽ. അതിനെ സെപ്പറേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നേരെ ഇങ്ങനെ വീണുകൊണ്ട് മുകളിലേക്ക് അരിപ്പയിലായിരിക്കും പോകുന്നത്. ഈ വരുന്ന ഈ കൊള്ളികൾ നേരെ ഇവിടുന്ന് നേരെ അരിപ്പയിലേക്ക് വീഴും. ഈ അരിപ്പയിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വീണിട്ട് താഴേക്ക് വീഴാനുള്ള സൗകര്യമുണ്ട്. അപ്പം താഴെ കൂടെ ഇത് പൊടി ഒരു സൈഡിൽ, ഇതിൻ്റെ ഇച്ചിരിയുടെ വലിയ കൊള്ളികൾ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ മുകളിൽ തന്നെ കിടക്കും. ഇതുപോലെ കറക്റ്റ് ഈ ഒരു വലിയ സാധനങ്ങൾ അടിച്ച് വീഴാതെ മുകളിൽ കിടക്കും. അതുപോലെ താഴേക്ക് കൊള്ളി വീഴും, മധ്യത്ത് കൊള്ളി വീഴും, അതിൻ്റെയും താഴെ പൊടികൾ പോലുള്ള സാധനം. അപ്പോൾ രണ്ട് സൈഡിലും ഇതിൻ്റെ വേസ്റ്റ് വരാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ മെഷീനിൽ. ഒരു സൈഡിൽ ഈ പൊടികൾ അരിഞ്ഞ് വീഴാനുള്ള ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതുപോലൊരു സൈഡുണ്ട്. പക്ഷേ അവിടെ വലിയ പീസുകളാണ് വീഴുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇപ്പോൾ ഇതിലേക്ക് വീണിട്ട് ഇതുവഴി നേരെ ഓരോ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ അവിടെ ഉണക്കാനായിട്ട് ടാപ്പ് വിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു PVC ഇതിന് കണക്ട് ചെയ്തിട്ടുണ്ട് പൈപ്പുകൾ. അപ്പോൾ ഈ പൈപ്പുകളിൽ കൂടി ഈ ഒരു സാധനം നേരെ അങ്ങ് പോയി വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇത് എന്നിട്ട് ഇവിടെയാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ കിടന്ന് ഇത് ഉണക്കിയിട്ടാണ് പിന്നെ ഇത് തീപ്പെട്ടി കമ്പനികളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ തീപ്പെട്ടി കൊള്ളി എന്ന് പറയുന്ന അവസാനത്തെ പ്രോഡക്റ്റ് ഇതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയാണ് ഇത്രയും മെഷീൻ കയറി ഇറങ്ങി വന്നത്.